ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കർക്കിടകത്തിലെ 10 ഇല തോരനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. എല്ലാവർക്കും അറിയാം, കർക്കിടക മാസത്തിൽ ഔഷധസേവയും ഔഷധക്കഞ്ഞിയും എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒന്ന് പ്രധാനപ്പെട്ട ഒന്നാണ് കർക്കിടകത്തിലെ 10 ഇല തോരൻ. അതായത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന 10 ഇലകൾ ഉപയോഗിച്ച് ഞങ്ങൾ തോരൻ വയ്ക്കുന്നു. അത് ഓരോന്നിനും ഓരോരോ ഔഷധ ഗുണങ്ങളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റേതായ ഗുണങ്ങൾ അതിനുണ്ട്. അതുപോലെ തന്നെ പിന്നെ പ്രത്യേകിച്ച് നമ്മൾ താള് തകരയൊക്കെ ഉപയോഗിച്ചിട്ടാണ് പണ്ട് കാലങ്ങളിലൊക്കെ വയ്ക്കുന്നത്. അപ്പം തകരയിലയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് മത്തയിലയും അതൊന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ വീട്ടിലുള്ള ബാക്കി 10 ഇലകൾ ഉപയോഗിച്ചു. അപ്പം നമുക്ക് ഏത് ഇലകൾ വേണമെങ്കിലും ഉപയോഗിക്കാം. അതായത് നമ്മൾ ഔഷധപരമായിട്ട് ഉപയോഗിക്കുന്ന ഏത് ഇലകളും ഉപയോഗിക്കാം. മൃതപ്പെട്ട എല്ലാവർക്കും അറിയാം ഈ 10 ഇലകൾ കർക്കിടക മാസത്തിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ടെന്നുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നത് തഴുതാമയാണ്. തഴുതാമ ശരീരത്തിൽ നീർക്കെട്ട് പോകാനും മൂത്രസംബന്ധമായ അസുഖങ്ങൾക്ക് തഴുതാമ വളരെയധികം നല്ലതാണ്. നമ്മൾ തഴുതാമ ഇട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കാറുണ്ട്. പിന്നീടുള്ളതാണ് കൊഴുപ്പ, അതുപോലെ തന്നെ കുമ്പളത്തിൻ്റെ ഇല, പിന്നെ പ്രമേഹചീര അല്ലെങ്കിൽ മധുരചീര. അത് ഷുഗർ പേഷ്യൻസിന് വളരെ നല്ലതാണ്. അതിൽ ഉണ്ട്, പേരിൽ തന്നെ ഉണ്ട് പ്രമേഹചീര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പയറിലയിൽ കാൽസ്യം കണ്ടന്റ് വളരെയധികമുണ്ട്. പിന്നെ കോവലിലയാണ്. കോവലിലയിൽ കാൽസ്യം അതുപോലെ ഇൻസുലിൻ കണ്ടന്റ്, അതായത് കോവയ്ക്കൊക്കെ ഷുഗർ പേഷ്യൻസ് കഴിക്കുന്ന വളരെ നല്ലതല്ലേ. അതുപോലെ സാമ്പാർ ചീര, പിന്നീട് നമ്മൾ സാമ്പാർ ചീരയും അതുപോലെ തന്നെ ചേമ്പിലയും ചേനയിലയും ഒക്കെ നമ്മൾ, അതായത് ഓരോ ഇലയിലും ഓരോരോ ഔഷധ ഗുണങ്ങളുണ്ട്. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഇന്ന ഇലയിൽ ഇന്ന കണ്ടൻറ്റും നമുക്ക് പ്രത്യേകിച്ച് അറിയില്ല. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ എല്ലാത്തിലും എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് പ്രത്യേകമായിട്ട് പറയാൻ അറിയില്ല. പിന്നീടുള്ളതാണ് കൊടിത്തൂവ അല്ലെങ്കിൽ ആനച്ചൊറിഞ്ഞണം. അത് തോരൻ വയ്ക്കാൻ വളരെ നല്ലതാണ്. കാരണം കാൽസ്യം കണ്ടന്റ്, അയൺ കണ്ടൻ്റൊക്കെ അതിൽ ധാരാളം ഉണ്ട്. അതിൽ ആ പൂട പോലത്തേത് നമ്മൾ കഴുകി കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് അത് ചൊറിച്ചിലുണ്ടാക്കും. പിന്നെ നമ്മൾ ഈ മുരിങ്ങയില എന്ന് പറയുന്നത് നമ്മൾ കർക്കിടക മാസത്തിൽ ഉപയോഗിക്കാറില്ല. ആചാരപരമായിട്ട് അത് ശ്രീ പാർവതി ദേവിയുടെ താലി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അതിൽ വിഷാംശം ഉണ്ടെന്നാണ് പണ്ടുകാലം തൊട്ടേ നമ്മൾ കേട്ടിരിക്കുന്നത്. പിന്നെ പണ്ടുള്ളവർ പറയും കർക്കിടക 10 കഴിഞ്ഞാൽ ഉപയോഗിക്കാമെന്ന്. പക്ഷേ നമ്മളങ്ങനെ കർക്കിടകത്തിൽ പൊതുവേ ഈ മുരിങ്ങയില ഒന്നിനും നമ്മൾ എടുക്കാറില്ല. നമ്മളല്ലാത്ത ഇലകളിലാണ് 10 ഇല തോരനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് നമ്മൾ കടുക് വറുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് കടുക് പൊട്ടിച്ച് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് പുഴുക്കലരി അല്ലെങ്കിൽ കുത്തരി ഇടുക. അപ്പം നമ്മളൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്, അതെല്ലാവർക്കും അറിയാമല്ലോ, നമ്മളതെല്ലാം വീടുകളിൽ ചെയ്യുന്നതാണ്. അപ്പം അത് ഇടുക. അതിന് ശേഷം അപ്പോൾ അതേ വീഡിയോയിൽ ഞാൻ കാണാം, ഞാൻ ആദ്യം കടുകിടുകയാണ്. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഞാനതിലേക്ക് കുറച്ച് കുത്തരി, കുറച്ച്, ഇപ്പം അളവൊന്നൊരു എല്ലാവർക്കും അറിയാമല്ലോ, ഒരു കൃത്യമായിട്ട് അളവ് പറയേണ്ട ആവശ്യമില്ല. കുറച്ച് കുത്തരി ഇടുക. കുത്തരി ഒന്ന് ഒരു വെളുത്ത, അതിൻ്റെ ഒന്ന് പൊട്ടി ഇതായിട്ട് ഒരു വെളുത്ത ഇതുപോലെ ആവും, കളർ പോലെ വരും. അത് കഴിഞ്ഞ ശേഷം നമ്മൾ മുളകും കറിവേപ്പിലേക്ക് ഇടാൻ പാടുള്ളൂ. അപ്പം എനിക്ക് വീഡിയോയിൽ കാണാം, ഞാനിതിപ്പോൾ കുത്തരി കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പാത്രത്തിൽ. അപ്പം അത് പുഴുക്കലരി അല്ലെങ്കിൽ കുത്തരി, നമ്മളെല്ലാവർക്കും അറിയാമല്ലോ അതൊക്കെ. അപ്പോൾ അത് ഞാൻ ഇടുകയാണ്. കുത്തരി ഇട്ട് കഴിഞ്ഞിട്ട് കടുകൊന്ന് ഇതാവാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കുത്തരി ഇട്ട് കഴിഞ്ഞിട്ട് ഞാനത് ജസ്റ്റ് ചുമ്മാ ഒന്ന് ഇളക്കി കൊടുത്തു. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുത്തു. അങ്ങനെ ഇളക്കി കൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ കുറച്ച് ചൂടാകുമ്പോഴത്തേക്കും അതിങ്ങനെ പൊട്ടി വരും. അതിനകത്തൊരു വെളുത്ത കളർ ഇങ്ങനെ വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒത്തിരി ഇതായി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പിടിക്കും. പിന്നെ നമ്മളിത് മുളകിടുകയാണ്. മുളക് അതിന് ശേഷം ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതിൻ്റെ കൂടെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ മുളകും കറിവേപ്പില ഇടുകയാണ്. മുളകും കറിവേപ്പില ഇട്ട് ഞാൻ ജസ്റ്റ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. രണ്ടും കൂടെ ഒന്ന് കൈ കൊണ്ടിങ്ങനെ ഒന്നിങ്ങനെ തിരുമ്മി എടുക്കുകയാണ്. അതിന് ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ മൂന്നും കൂടെ നന്നായിട്ട് ഞാൻ തിരുമ്മി മിക്സ് ചെയ്യുകയാണ്. അത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു ഇത് കിട്ടും. അതിന് ശേഷം നമ്മൾ ഈ കടുവറുത്ത പാത്രത്തിലേക്ക് നമ്മൾ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന 10 ഇലകൾ ഇടുവാണ്. 10 ഇലകൾ ഇട്ട് കഴിഞ്ഞു. 10 ഇലകൾ ഇട്ട ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ നമ്മൾ ഈ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ
അപ്പോൾ അതിട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ മുകളിലേക്ക് തേങ്ങ ഇടുവാണ്. തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പിട്ടിട്ടില്ലായിരുന്നു. ഉപ്പ് ഞാൻ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു. ഉപ്പ് ഞാൻ അതിൻ്റെ മുകളിലേക്കാണ് ഉപ്പിടണേ. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇടുകയാണ്. ഉപ്പും കൂടി ഇട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാണ്. ഈ ഇലകളും തേങ്ങയും ഉപ്പും എല്ലാം കൂടെ ഒന്ന് ജോയിൻ്റ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കുവാണ്. നന്നായിട്ട് ഇളക്കി അത് മിക്സ് ചെയ്ത്, അതായത് ഒരുവിധം നന്നായിട്ട് ഇളക്കുക. എല്ലാ ഇലകളും എന്തുമായിട്ട് നന്നായിട്ട് മിക്സ് ആവണം. അതിനെല്ലാം നന്നായിട്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുക. അത് ഇളക്കി കഴിഞ്ഞിട്ട് ജസ്റ്റ് അതെല്ലാം കൂടെ ഒന്നിങ്ങനെ ഒരുമിച്ച് തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയും നമ്മുടെ ഇവിടെ. അങ്ങനെ ഒരുമിച്ച് എല്ലാം കൂടെ തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 5-10 മിനിറ്റ്, മാക്സിമം 10 മിനിറ്റ് എടുക്കും. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടെ തുറന്ന് ഇളക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ തോരനെല്ലാം റെഡി ആയിട്ടുണ്ടാവും. കാരണം ഇല ആയതുകൊണ്ട് പെട്ടെന്ന് ആവുമല്ലോ. ആയിക്കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കും. ഇളക്കിയ ശേഷം നമുക്കത് സെർവ് ചെയ്യാനുള്ള ബൗളിലേക്ക് നമുക്ക് മാറ്റുകയാണ് ഞാൻ ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പത്തില തോരൻ. വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയാം, എല്ലാവരും വീടുകളിൽ ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പം ഞാനിത് ചെയ്തപ്പോൾ ഒരു വീഡിയോ ആയിട്ട് എടുക്കാം, കർക്കിടക മാസം അല്ലേ, ഒരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വെച്ചിട്ട് എടുത്തേണ്ടത്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാം. നമുക്ക് ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ കർക്കിടകത്തിലെ പത്തിലത്തോരൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.